എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചുരിദാർ തയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ തുണി കട്ട് ചെയ്യുമ്പോൾ ബോഡി പാർട്ടൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് പലർക്കും ഉണ്ടാകുന്ന സംശയം, അത് എത്ര വീതിയിലാണ് തുണി മടക്കിയിടേണ്ടത്, അതെങ്ങനെയാണ് അതിൻ്റെ തുണിയുടെ കാൽക്കുലേഷൻ എന്നൊക്കെ സംശയം വരാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ചുരിദാറിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചുരിദാറിൻ്റെ ബോഡി പാർട്ട്. ഇത് ലൈനിങ് ആണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. 34 ഇഞ്ച് ബോഡി ലൂസിലാണ് ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ പറയുന്ന മെത്തേഡിൽ സ്ലീവ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് അളവിലുള്ള ചുരിദാറായാലും ഇതേ രീതിയിൽ നമുക്ക് സ്ലീവ് കറക്റ്റായിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സ്ലീവിനുള്ള തുണി എത്ര വീതിയിലാണ് മടക്കിയിട്ടുണ്ടെന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കൈക്കുഴിയുടെ ഭാഗം മുകളിൽ 1/2 ഇഞ്ച് ഷോൾഡർ യോജിപ്പിക്കുന്ന ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്യാം. ഇതുപോലെ മുകളിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ ഈ അളവെടുക്കണം. ഇങ്ങനെ ചേർത്ത് തന്നെ പിടിച്ചതിന് ശേഷം നമ്മുടെ ബോഡി ലൂസ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 7.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ മൊത്തത്തിൽ തയ്യൽ തുമ്പ് അടക്കം നമുക്ക് 9 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ബോഡി പാർട്ടിൽ കൊടുക്കുന്ന തയ്യൽ തുമ്പ് അതേപോലെ തന്നെ സ്ലീവിലും അടയാളപ്പെടുത്തണം. നമുക്കിവിടെ 9 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് വേണം സ്ലീവിന് തുണി മടക്കി ഇടാനായിട്ട്. നമുക്ക് എത്ര ഇഞ്ചാണ് നമ്മുടെ ബോഡി പാർട്ടിൽ നിന്ന് ഇതുപോലെ അളവെടുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ 1 ഇഞ്ച് കുറച്ച് നമുക്ക് സ്ലീവിൻ്റെ വിടുത്തായിട്ട് എടുത്താൽ മതി. തയ്യൽ തുമ്പ് അടക്കം നമുക്ക് 9 ഇഞ്ച് കിട്ടിയതുകൊണ്ട് നമുക്ക് തയ്യൽ തുമ്പ് അടക്കം 8 ഇഞ്ച്, ഇതേപോലെ കറക്റ്റ് 8 ഇഞ്ചിൽ നമുക്ക് തുണി മടക്കിടാം. ഞാൻ 8 ഇഞ്ചിൽ തുണി മടക്കിയിട്ടിട്ടുണ്ട്. എനിക്ക് സ്ലീവിന് ലെങ്ത്ത് കുറവാണ് മതി, അതുകൊണ്ടാണ് ഞാൻ ഈ ലൈനിങ്ങിൻ്റെ സൈഡിലുള്ള പീസ് കൊണ്ട് തന്നെ സ്ലീവ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ലെങ്ത്ത് എത്രയുണ്ടെന്ന് നോക്കാം. ഇവിടെ 10.25 ഇഞ്ചാണ് നമുക്ക് ലെങ്ത്തായിട്ട് കിട്ടിയിട്ടുള്ളത്. എനിക്ക് 9.25 ഇഞ്ചാണ് സ്ലീവ് ലെങ്ത്തായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ തുണി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ 1/2 ഇഞ്ച് നമ്മൾ ലൈനിങ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്, അതുകൊണ്ട് 1/2 ഇഞ്ച് ഓപ്പണിംഗ് ഭാഗത്ത് ഇവിടെ മടക്കി അടിക്കാനായിട്ട് മാർക്ക് ചെയ്ത് വരയ്ക്കണം. ഈ ഭാഗം വൃത്തിയായിട്ടൊന്ന് ലെവൽ ചെയ്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവിനോട് തുണി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ സ്ലീവിനുള്ള തുണി ഇടാം. അപ്പോൾ ഫോൾഡിങ് സൈഡ് നമ്മുടെ ഭാഗത്തും ഓപ്പണിംഗ് സൈഡ് ഇപ്പുറത്തെ ഭാഗത്തായിട്ടാണ് തുണി ഇട്ടിരിക്കുന്നത്. നമുക്ക് ടോട്ടൽ ലെങ്ത്ത് 10.25 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. തയ്യൽ തുമ്പ് അടക്കം അതുപോലെ തന്നെ വീതി 8 ഇഞ്ച് വെച്ചാണ് നമ്മൾ മടക്കി തരുള്ളത്. ഇനി നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അടക്കമാണ് നമ്മൾ അളവെടുത്തിട്ടാണ് 8 ഇഞ്ച് മടക്കിയിട്ടുള്ളത്. അപ്പോൾ അതേ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ സ്ലീവിലും മാർക്ക് ചെയ്തിടണം, വരയ്ക്കണം. അപ്പോൾ ഇവിടെ 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. ബാക്കി 6.5 ഇഞ്ച്, 8ൽ നിന്ന് 1.5 ഇഞ്ച് കഴിഞ്ഞ് ബാക്കി 6.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ എത്ര ഇഞ്ചാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതെന്ന് അറിയാനായി നമ്മുടെ ബോഡി ലൂസുകൾ നമ്മൾ എത്രയാണ് എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഞാനിവിടെ 34 ഇഞ്ച് ബോഡി ലൂസിലാണ് ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 34ന് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2.83 കിട്ടും. അതായത് 2.9 എടുക്കാം. അതല്ലെങ്കിൽ 2.8 തുടങ്ങി നമുക്ക് 3 ഇഞ്ച് വരെ അവിടെ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇതേപോലെ നമ്മൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിലേക്ക് ആണ് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ആ പോയിന്റിൽ നിന്ന് നമുക്കിതുപോലെ ചെരിച്ച് അറ്റം വരെ വരച്ചു കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ ചെരിച്ച് വരച്ചതിന് ശേഷം തയ്യൽ തുമ്പിൻ്റെ ഭാഗം വരുമ്പോൾ നമ്മൾ ഇതേപോലെയാണ് ചെരിച്ച് തന്നെ അങ്ങോട്ട് വരയ്ക്കണമല്ലോ. നേരെ നമ്മൾ തയ്യൽ തുമ്പിൻ്റെ നേരെ ഭാഗമല്ല ഇടുക, നമ്മൾ ചെരിച്ച് വരച്ച അതേ രീതിയിൽ തന്നെ അങ്ങോട്ട് അറ്റം വരെ വരച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് 6 ഇഞ്ചാണ് ലൂസ്. ഇനി നമ്മളുടെ ഓപ്പണിംഗ് ലൂസ് എത്രയാണെന്ന് വെച്ചാൽ അതും മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനൊരു 4.25 എൻ്റെ ഓപ്പണിംഗ് ലൂസ്. അപ്പോൾ അതിൽ 4.25 അവിടെ മാർക്ക് ചെയ്ത് നമ്മുടെ കൈയിൻ്റെ മുകൾ ഭാഗത്തെ വണ്ണം കൂടിയ ഭാഗത്തെ ലൂസാണ് നമുക്ക് വേണ്ടത്. അത് നമ്മളെങ്ങനെ മാർക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്തുനിന്ന് 1.5 ഇഞ്ച് കൂടി ഇങ്ങോട്ട് നീക്കിയതിന് ശേഷമാണ് നമ്മൾ
ഈ ഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്യുന്നത്. എനിക്കിവിടെ 6 ഇഞ്ചാണ് ലൂസായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം 6 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ബോഡി പാർട്ടിൽ നിന്ന് നേരിട്ട് മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ കൂടെ 1/2 ഇഞ്ച് കൂടി ചേർത്തിട്ട് വേണം പകുതിയാക്കി ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ 3 ലൂസും കൂടി നമുക്ക് ഇതുപോലെ യോജിപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ 2 പോയിൻ്റ് സ്കെയിൽ വെച്ച് ഇതുപോലെ വരച്ചു കൊടുത്തതിന് ശേഷം ഈ അറ്റത്തേക്ക് ഇതുപോലെ ഒന്ന് വളച്ച് നമുക്കിതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി തയ്യൽ തുമ്പ് 1.5 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ 1.5 ഇഞ്ചും ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തൊന്ന് വരച്ചെടുക്കണം. ഇനി കൈക്കുഴി ഷേപ്പ് ചെയ്ത് വരയ്ക്കാനായിട്ട് നമുക്ക് ടേപ്പ് എടുത്ത് ഈ ലൈനിൽ തയ്യൽ തുമ്പ് വിട്ടിട്ട് അവിടെ നിന്ന് മുതൽ ഈ അറ്റം വരെ ഇങ്ങനെ ടേപ്പ് പിടിക്കാം. ഇനി അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. കറക്റ്റ് ടേപ്പ് ഇതുപോലെ മടക്കി പിടിച്ച് നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്യാം. നമ്മളിപ്പോൾ സെൻറ്റർ മാർക്ക് ചെയ്തതിൻ്റെ ഇപ്പുറത്തെ സൈഡിലുണ്ടല്ലോ, അത് ഇതേപോലെ ടേപ്പ് പിടിച്ച് അതിൻ്റെ സെൻറ്ററും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇനി ഏറ്റവും മുകളിൽ നമുക്ക് 1 ഇഞ്ച് ഇതേപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് വരയ്ക്കണം. 1 ഇഞ്ച് നിന്ന് നേരെ വരച്ചിട്ട് അവിടെ മുതലാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് വരയ്ക്കേണ്ടത്. ഈ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് 1/2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് പുറകിലത്തെ കൈക്കുഴി എങ്ങനെ മാർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പോയിൻറ്റുകളാണ് നമുക്ക് യോജിപ്പിച്ചെടുക്കുക. ഈ 3 പോയിൻറ്റുകൾ ആദ്യം നമ്മളൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിന് ശേഷം ആ 1 ഇഞ്ച് നമ്മൾ നേരെ തന്നെ വരച്ചെടുക്കണം. ഇനി ഈ അറ്റം കഷ്ണം ഭാഗമില്ലേ, അത് നമുക്കൊരു പോയിൻറ്റിനുള്ളിലേക്ക് തള്ളിയിട്ടിട്ട് വേണം ഈ പോയിൻ്റുമായിട്ട് യോജിപ്പിക്കാൻ. ഇതേപോലെ രീതിയിൽ ഒട്ടും പുറത്തേക്കല്ല, ഒരു പോയിൻറ്റിന് ഉള്ളിലേക്ക് തള്ളിയിട്ടിട്ട് നമുക്കിതുപോലെ ബാക്കിയുള്ള ഭാഗം ഇതേ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി യോജിപ്പിക്കുക. അറ്റം നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തത് നേരെ തന്നെ അവിടെ നിന്നാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് വരുന്നത്. ഇനി മുൻവശത്തെ കൈക്കുഴി കുഴിച്ചു വെട്ടുന്നതിന് വേണ്ടി നമ്മൾ ഈ പോയിൻറ്റിൽ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് വരയ്ക്കണം. അതിനുശേഷം നമ്മൾ ഈ 4 പോയിൻ്റാണ് കൂട്ടി യോജിപ്പിക്കുന്നത്. ഈ അറ്റത്തെ പോയിൻ്റ് നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്ത പോയിൻ്റ്, സെൻറ്റർ പോയിൻ്റ്, മുകളിലത്തെ ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ പോയിൻ്റുകൾ തമ്മിലാണ് 4 കൂടി യോജിപ്പിച്ചാണ് നമ്മൾ ഫ്രണ്ടിൽ കൈക്കുഴി കുഴിച്ച് വരച്ചെടുക്കുന്നത്. ഈ അറ്റത്തുനിന്ന് പോരുമ്പോൾ നമ്മളൊരു 1 ഇഞ്ച് നമ്മൾ നേരെ തന്നെ പുറകിലത്തെ കൈക്കുഴിയുടെ അതേ ഇതിൽ തന്നെയാണ് നമ്മൾ വരുന്നത്. ഇനി ഈ പോയിന്റിൽ നിന്ന് സെൻറ്റർ പോയിന്റിലേക്ക് വരച്ചെടുക്കാം. സെൻറ്റർ പോയിന്റിൽ നിന്ന് അങ്ങനെ വരച്ച് യോജിപ്പിക്കണം. ഇതുപോലെ സെൻറ്റർ പോയിൻ്റായിട്ട് യോജിപ്പിച്ചെടുത്ത് ഇനി നമുക്ക് ഈ മുകളിൽ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിലേക്ക് എത്തിക്കണം. ഇതേ രീതിയിൽ രണ്ടും കൂടി യോജിപ്പിച്ചെടുക്കാം. ആ ഈ ഏറ്റവും നമുക്ക് ഒരേപോലെ ആയിരിക്കണം. സെൻറ്റർ ഈ ഭാഗമാണ് നമ്മൾ കുഴിച്ചു വെട്ടുന്നത്. ഇവിടെ കുറച്ച് സ്ഥലം ഇതേപോലെ ഒരേ പുറകിലത്തെ കൈക്കുഴിയും ഫ്രണ്ടിലത്തെ കൈക്കുഴിയും ഒരേ ലൈനിൽ, അതുപോലെ തന്നെ ഈ അറ്റത്തും അതേപോലെ ഒരേ ലൈനിലായിരിക്കണം. ഇനി നമുക്ക് മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുറകുവശത്തെ കൈക്കുഴി മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സ്ലീവ് ഇതുപോലെ നീർത്തിയിട്ടതിന് ശേഷം നമ്മൾ ഫ്രണ്ട് ഭാഗത്തെ കൈക്കുഴി കുഴിച്ചു വെട്ടാം. ഇനി നമുക്ക് വെട്ടിയ അളവ് കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ കൈക്കുഴിയായിട്ട് നമ്മളിപ്പോൾ വെട്ടിയ സ്ലീവിൻ്റെ കൈക്കുഴിയുടെ ഭാഗം നമുക്കൊന്ന് വെച്ച് നോക്കണം. അതിനുവേണ്ടി നമ്മൾ ബോഡി പാർട്ട് ഇതുപോലെ മടക്കിയിടാം. അതിനുശേഷം നമ്മൾ കൈക്കുഴിയുടെ ഭാഗം, നമ്മുടെ സ്ലീവിൻ്റെ കൈക്കുഴിയുടെ ഭാഗം കൂടി ഒരുമിച്ച് വെച്ച് നോക്കാം. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ വെച്ച് കറക്റ്റായിട്ട് ഇതുപോലെ ഓരം പിടിച്ച് ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ ഒരല്പം കൂടുതലായിട്ട് നിൽക്കേണ്ടത് സ്ലീവിൻ്റെ ഭാഗമായിരിക്കണം. എന്നാലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. 4 ഇഞ്ച് സ്ലീവിൻ്റെ ഭാഗം കൂടുതലായിട്ട് നിൽക്കണം. ഇതിപ്പോൾ ഇവിടെ അളന്ന് നോക്കിയപ്പോൾ 4 ഇഞ്ചോളം കൂടുതലായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ 4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു പോയിൻ്റ് കൂടുതൽ നിൽക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 4 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇതേ രീതിയിൽ നമ്മൾ സ്ലീവിൻ്റെ ഭാഗമായിക്കോട്ടെ ഇതും കൂടി യോജിപ്പിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം ഒരല്പം കൂടി നിന്നാൽ മാത്രമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലെങ്ത്ത് കറക്റ്റായിട്ട് വരുള്ളൂ. എപ്പോഴും നമുക്ക് സ്ലീവിൻ്റെ ഭാഗം ഒരല്പം കൂടി നിൽക്കണം. അതല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ സ്ലീവ് എത്താതെ വരും.
പുറകിലത്തെ കൈക്കുഴിയുടെ ഭാഗം സ്ലീവും ബോഡി പാർട്ടുമായിട്ട് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ മുൻവശത്തെ കൈക്കുഴിയുടെ ഭാഗം ഒന്ന് വെച്ച് നോക്കണം. അതിനായിട്ട് ഞാനിവിടെ ബോഡി പാർട്ടിൽ ഫ്രണ്ടിലെ കൈക്കുഴി ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി അതും നമ്മുടെ സ്ലീവിൻ്റെ കുഴിച്ച് വെട്ടിയ ഭാഗം കൂടി നമുക്കൊന്ന് വെച്ച് നോക്കാം. നേരത്തെ വെച്ച പോലെ തന്നെ നമ്മൾ മുകളിൽ നിന്ന് 1 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കിതുപോലെ തന്നെ ഒന്ന് വെച്ച് വെക്കാം. നമ്മൾ ആ കുഴിച്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്താണ് വെച്ച് വെക്കേണ്ടത് കേട്ടോ. സ്ലീവിൻ്റെ ഭാഗം ഒരു 4 ഇഞ്ച് പോരായികയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോഡി പാർട്ടിൽ നന്നായിട്ട് കുഴിച്ച് വെട്ടും, സ്ലീവിൽ നമുക്ക് അത്രയധികം കുഴിച്ച് വെട്ടാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് 4 ഇഞ്ച് പോരായികയായിട്ട് വരുന്നത്. നമുക്ക് 4 ഇഞ്ച് അധികമായിട്ടാണ് കിട്ടേണ്ടത്. അതിനായിട്ട് അത് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബോഡി പാർട്ടിൽ ഇതുപോലെ കോർണറിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാറിയതിന് ശേഷം 4 ഇഞ്ചിൻ്റെ ടക്ക് ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് 4 ഇഞ്ച് കൂടുതലായിട്ട് വന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലെങ്ത്തിൽ ഏറ്റക്കുറച്ചിലില്ലാതെ കിട്ടുകയും ചെയ്യും. ബോഡി പാർട്ടിൽ ടക്ക് ഇട്ട് കൊടുത്തത് കൊണ്ട് നല്ലോണം കൈക്കുഴിയുടെ ഭാഗം നല്ല ഒതുക്കത്തിലിരിക്കുകയും ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.